तू ना जरा सा भी मेरी तरह, ना कहीं से मैं तेरी तरह, मिलके भी दोनों हैं अजनबी। कैसी है ये दास्तां, ये दास्तां। നമ്മള് ഇതിലാണോ അമ്പലത്തിലേക്ക് പോകുന്നേ? അല്ല, അത് വേറൊന്നുമല്ല. ഞാനിപ്പോ എങ്ങനെയാ ഇതിലിരിക്ക? അത് ശരി, ഇത്രയുള്ള കാര്യം. ഞാനിവിടെ ഇല്ലേ? നിങ്ങൾ പിന്നെ സ്മാർട്ട് ആയോണ്ട് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. നോക്കിയോ ചേട്ടത്തി, ദേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ദേ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം. അങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാര് പോണത്. ഡോണ്ട് വെറി ബ്രഹ്മചാരി സാറേ, ടച്ച് ചെയ്യാതെ നോക്കിക്കോളാം. മക്കളെ, പുതിയ ദമ്പതിമാര് ഈ കലശം ഒരുമിച്ച് കയ്യിൽ പിടിച്ച് ഈ അമ്പലത്തിനെ 251 തവണ പ്രദക്ഷിണം ചെയ്യും. ഒരുമിച്ച് കലശം പിടിച്ചോണ്ട് എങ്ങനെയാ പ്രദക്ഷിണം ചെയ്യുന്നത്? ഇവൻ ബ്രഹ്മചാരിയാണല്ലോ, തൊടാനും പറ്റില്ല. ഈ സൂരജിത്ത് എവിടെ പോയി? പ്രദക്ഷിണം ചെയ്യണമെന്നുണ്ടെങ്കിലേ ദാ ഇതിലോട്ട് കയറിയിരിക്കുക. ഏയ് വേണ്ട വേണ്ട, ഞാൻ പ്രദക്ഷിണം ചെയ്തു. ഇരുന്നോളൂ മോളെ, നീ ഒരു മഹാഭാഗ്യവതി തന്നെയാ. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ? पर लंबी है दूरियां, है दूरियां। सुदिनं तदेव ताराबलं चन्द्रबलं तदेव विद्याबलं देवबलं तदेव लक्ष्मीपते देन्द्रियुगं स्मरामि। मङ्गलं भगवान् विष्णु मङ्गलं गरुडध्वज मङ्गलं पुण्डरीकाक्ष मङ्गलाय तनोहरि सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। ഭഗവതി, ആ വിവാഹം എന്റെ ഇഷ്ടത്തോടെ നടന്നതല്ല. എങ്കിലും ഞാൻ സൂരജിനെ എന്റെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു. എനിക്ക് ശക്തി തരണേ അമ്മ. എനിക്ക് ഇവന്റെ സുഖത്തിലും ദുഃഖത്തിലും ഏതൊരവസ്ഥയിലും
ഒപ്പം നിൽക്കാനുള്ള ശക്തിയും വഴിയും കാണിച്ചു തരണേ. ഈ കല്യാണം എന്റെ നിവൃത്തികേടായിരുന്നു. എനിക്ക് മാഡത്തിന്റെ ജീവിതം നശിപ്പിക്കാൻ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഇഷ മാഡം എന്നെ ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് മാഡത്തിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണേ. അതാണ് ഇവിടെ എല്ലാവർക്കും നല്ലത്. മക്കളെ, ഇതാ പൂജിച്ച രക്ഷയാണ്. ഇത് പരസ്പരം കയ്യിൽ കെട്ടിക്കൊടുക്കണം. ഇത് അമ്മയുടെ അനുഗ്രഹമായിട്ട് കരുതിയാൽ മതി. एक है जमीन एक है आसमां, दोनों ही है दोनों से जुदा, रहते हैं दोनों ही साथ साथ, पर लंबी है दूरियां, है दूरियां। तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ। അമ്മ നിങ്ങളെ രണ്ടുപേരെ എപ്പോഴും കാത്തു രക്ഷിക്കട്ടെ. കാരണം നിങ്ങളെ ഒന്നിച്ചു കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു തീരും. നിന്റെ സെലക്ഷൻ അസലായിട്ടുണ്ട്. നിന്റെ സാരി എന്ത് നല്ലതാ. ഇത് എവിടുന്നാ വാങ്ങിയത്? ഈ സാരി എന്റെ ഹസ്ബൻഡ് വാങ്ങി തന്നതാ. ഈ ഭർത്താവ് ഭർത്താവ് എന്നുള്ള വിളികെട്ടി ചെവി തഴമ്പിച്ചു. എന്തിനാ അവർക്ക് എപ്പോഴും ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ കാണുന്നുണ്ടോ? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. ഭാര്യയോട് എന്തുമാത്രം സ്നേഹമാണെന്ന് കണ്ടോ? നിങ്ങളും ഉണ്ടല്ലോ. ഇന്ന് ഒരു ടവലെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? എന്നെ സൂരജിനെ ഒന്നിപ്പിച്ചത് ഈ അമ്മ തന്നെയായിരിക്കും. നന്നായിരിക്കും മോളെ. ഇന്നു മുതൽ ഈ ഏരിയ എന്റേത് മാത്രമാ, എന്റേത് മാത്രം. ഇന്ന് മുതൽ മനോഹർ പാൻ മസാല എന്ന ടെമ്പോ ഈ പരിസരത്ത് എങ്ങും കാണില്ല. ദാ, കാലെടുക്കണം. ഗംഭീരം. നിന്നെ സമ്മതിച്ചേ പറ്റൂ. പിടിച്ചതേ പിടിച്ചു. അതും ഗുലാബ് സിംഗിന്റെ മകളെ തന്നെയാ. ആ പാവം ഗുലാബ് സിംഗ് ആണെങ്കിൽ നീ ബ്രഹ്മചാരിയാണെന്ന് കരുതി അയാളുടെ മകളെ നോക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ നീ എന്താ ചെയ്തേ? നോക്കി നോക്കി അവളെ അങ്ങ് ഹൃദയത്തിലോട്ട് വെച്ചു. കൊള്ളാം. എന്തായാലും സമ്മതിച്ചു നിന്നെ. കൈക്കലാക്കിയതോ നഗരത്തിലെ തന്നെ ഏറ്റവും സൂപ്പർ സാധനത്തിനെ. നിങ്ങളെ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഇതെന്താ ഇവിടെ നടക്കുന്നേ? ഏതോ ഗുണ്ടകള് വന്ന അമ്പലമുറ്റത്ത് അടിപിടി അടക്കുക. അവർക്ക് ഈശ്വരന് വല്ല പേടിയുണ്ടോ? അപ്പൊ നിന്റെ ഭർത്താവ് ഗുണ്ടയായിരുന്നല്ലേ? ഈ സാരിയും വളയും പൊട്ടും കമ്മലും ഒക്കെ ഗുണ്ടായസം കൊണ്ട് സമ്പാദിച്ചതായിരിക്കും അല്ലേ? ഇങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കുന്നില്ല നല്ലത് കല്യാണം കഴിക്കാതിരിക്കുന്നല്ലേ?
ഇഷ, ഇന്ന് നീ വയസ്സറിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തിങ്കളാഴ്ച വ്രതമാ. എന്തുവരവാ ഭഗവാനോട് ചോദിച്ചേ? അത് പിന്നെ ഭാര്യയും ഭർത്താവും പരസ്പരമുള്ള നിഴലുകൾ പോലെയാ. എന്നുവെച്ചാ ഒരാളുടെ ശരീരവും മറ്റൊരാളുടെ നിഴലും. അങ്ങനെ ഒരു ബന്ധമാകുമ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്കും അതിൽ ഉത്തരവാദിത്വം ഉണ്ടാവും. അതേപോലെ ഒരാളുടെ വിജയം മറ്റൊരാളുടെ വിജയവും ആയിത്തീരും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു IAS ഭർത്താവിനെ കിട്ടാനാ. അപ്പൊ ആളുകൾ കാണുമ്പോ എന്തു പറയും? ദാ അത് കണ്ടോ, IAS ഓഫീസറിന്റെ ഭാര്യയാ പോകുന്നേ. പൂജയൊക്കെ തീർന്നില്ലേ? എന്നാ പോവാം.